മിഡിൽ ഈസ്റ്റിൽ സംഘർഷം നിലയ്ക്കുന്നില്ല. ഗസ വെടിനിർത്തൽ കരാർ പോലും മേഖലയിൽ സമാധാനം കൊണ്ടുവന്നിട്ടില്ല. തുടർച്ചയായ വെടിനിർത്തൽ ലംഘനം അതിസങ്കീർണമായ നിലയിലേക്ക് വീണ്ടും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ എത്തിക്കുന്നു. ഇസ്രായേലിൻ്റെ ഗസ ആക്രമണത്തിന് പ്രതികാരമായാണ് ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആക്രമണം നടത്തുന്നത്. ഹിസ്ബുള്ള അല്പം ശക്തി ക്ഷയിച്ച അവസ്ഥയിലാണ്. എന്നാൽ ഹൂതികൾ ഇസ്രായേലിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. വെടിനിർത്തലോടെ ഹൂതികൾ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ വീണ്ടും ഗസയിൽ ആക്രമണം നടത്തുമെന്ന സൂചന പുറത്തു വന്നതോടെ ഹൂതികൾ ആയുധമെടുത്തിരിക്കുന്നു. ട്രംപിൻ്റെ ഗസ ഒഴിപ്പിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൂതികൾ യുഎസിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൂതി മിസൈലുകൾ യുഎസിനെ ലക്ഷ്യമിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ സർഫീസ് ടു എയർ മിസൈലുകളാണ് യുഎസിൻ്റെ F-16 ജെറ്റിന് നേരെ തൊടുത്തുവിട്ടത്. യുഎസിൻ്റെ കില്ലർ ഡ്രോണായ MQ-9 ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം നടത്തി. അതിനിടെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഗസയിലെ നുസൈറത്ത് നഗരത്തിൽ വെച്ചാണ് ഹമാസ് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറിയത്. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചതിന് പകരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം. 600ഓളം തടവുകാരെയാണ് മോചിപ്പിക്കേണ്ടത്. എന്നാൽ ഇസ്രായേൽ ബന്ദിമോചനം നീട്ടുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിനെതിരെ ഹമാസിൻ്റെ പ്രതികരണവും എത്തി. കരാറിൻ്റെ ലംഘനമെന്നാണ് ഹമാസ് വക്താവ് പ്രതികരിച്ചത്. തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ കാലതാമസം വരുത്തുന്നത് ഗുരുതരമായ കരാർ ലംഘനമാണെന്നാണ് ഹമാസ് വക്താവ് ആരോപിച്ചത്. കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. തടവുകാരുടെ മോചനം വൈകുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പ്രതികരണവുമായി ഹമാസ് എത്തിയത്. കരാർ പ്രകാരം ഫെബ്രുവരി 22-നായിരുന്നു 600ഓളം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കേണ്ടിയിരുന്നത്. ഹമാസ് തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. അതുകൊണ്ടാണ് തടവുകാരുടെ മോചനം വൈകുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം നിരവധി തവണ ഇസ്രായേൽ കരാർ ലംഘനം നടത്തി. ഇതിൽ പ്രകോപിതരായി ഹമാസ് കരാറിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ ഘട്ടം ഘട്ടമായി ഹമാസ് മോചിപ്പിച്ചു. തിരിച്ച് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലുള്ള പലസ്തീൻ പൗരന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു. ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിനിടയിൽ വലിയൊരു ഓഫർ ഇസ്രായേലിന് മുന്നിൽ വച്ചിരിക്കുകയാണ് ഹമാസ്. അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഓഫറാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിൽ ഒരുമിച്ച് ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് പറയുന്നത്. പകരം ഇസ്രായേൽ സേനയെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവലിക്കണം. ഒപ്പം ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രായേൽ തയ്യാറാവണം. ഹമാസിൻ്റെ ഓഫർ ഇസ്രായേൽ സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹമാസിൻ്റെ ഓഫർ യുദ്ധത്തിൻ്റെ ഗതിമാറ്റമോ എന്നും ലോകം നിരീക്ഷിക്കുന്നുണ്ട്. യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസ് പുതിയ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രപ്പോസൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് വക്താവ് അറിയിച്ചിരുന്നു.